21ാം നൂറ്റാണ്ടിലെ ബിസിനസ്സുകളെ ബിൽഡ് ചെയ്ത സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ആണ്. ഇന്നിപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ 2 ഡിഫറെന്റ് പാരാഡിംസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒന്ന് ടെക്നോളജിയിൽ ഫോക്കസ് ചെയ്യുന്ന പ്രോഗ്രാമേഴ്സും, രണ്ടാമത്തേതിൽ ക്വിക്കായിട്ട് റിസൾട്ട് ഡെലിവർ ചെയ്യുന്ന പ്രോഗ്രാമേഴ്സും. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി പ്രോഗ്രാമിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പർ നമ്മൾ ഫുൾ സ്റ്റാക്ക് എന്ന് പറയും. എന്നാൽ കോഡിങ്ങിനെക്കാട്ടി ഉപരി അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിനെക്കാട്ടി ഉപരി റിസൾട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ നോ കോഡ് അല്ലെങ്കിൽ ലോ കോഡ് പ്രോഗ്രാമേഴ്സ് എന്ന് പറയും. ലോ കോഡ് ഡെവലപ്പേഴ്സ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇൻ്റർഫേസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നവരാണ്. ഈ ടൈപ്പ് ഓഫ് പ്രോഗ്രാമേഴ്സിനെ ലോ കോഡ് അല്ലെങ്കിൽ നോ കോഡ് എന്ന് പറയാൻ തന്നെ കാരണം ഇവർ അപൂർവം മാത്രമേ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ കോഡിങ്ങിൽ നോളജ് വരേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റിൻ്റെ എല്ലാ ആസ്പെക്ട്സും ഫ്രണ്ട് എൻഡ്, ബാക്ക് എൻഡ്, ഡേറ്റാബേസ് ഇവയെല്ലാം കോഡിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്പേഴ്സാണ്. നോ കോഡ് അല്ലെങ്കിൽ ലോ കോഡ് കോഡിംഗ് പ്ലാറ്റ്ഫോംസ് വളർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോ കോഡ് വേഴ്സസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിൻ്റെ ഡിഫറൻസസ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് ലോ കോഡ് പ്ലാറ്റ്ഫോംസ്, എന്താണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, അതിൻ്റെ യൂസ് കേസസ് എന്താണ്, ആൻഡ് ഒരു ലോ കോഡ് പ്ലാറ്റ്ഫോംസും ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് ആപ്ലിക്കേഷൻസും ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്താണ്, ലോ കോഡ് പ്ലാറ്റ്ഫോംസിൻ്റെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, നമ്മൾ ലോ കോഡ് ആണോ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻ്റ് ആണോ, അത് ഏത് അപ്രോച്ച് ഏത് സിറ്റുവേഷനിലാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ടെക്നോളജി, പ്രോഗ്രാമിംഗ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, ഡേറ്റ അനാലിസിസ്, ബിസിനസ് അനലിറ്റിക്സ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫൈനാൻസ്, അക്കൗണ്ടിംഗ് തുടങ്ങിയ വീഡിയോ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂ ലേണിങ്ങിൻ്റെ എയിം തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള കരിയർ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഒരു ടെക്നോളജി കരിയർ പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പോഷർ നൽകി നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു കാറ്റഗറി ഓഫ് ജോബ് റോൾസിൽ ടെക് ജോബ് നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിളിക്കാൻ കണക്ട് വിത്ത് us at 9746211123. So once again, I'm Sahir. Welcome to the new video of Edu Learning. നമ്മൾ ആദ്യമേ തന്നെ ലോ കോഡ് ഡെവലപ്പേഴ്സും ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സും തമ്മിലുള്ള ഡെഫിനിഷൻ എന്താണെന്ന് നോക്കി. എങ്കിലും ഒരിക്കൽ കൂടെ പറയാം. ലോ കോഡ് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ടൂൾസോ പ്ലാറ്റ്ഫോംസോ ഉപയോഗിച്ചിട്ട് വളരെ കുറച്ച് കോഡിംഗ് മാത്രം ആവശ്യമുള്ള രീതിയിൽ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നവരാണ്. എന്നാൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് എൻറ്റയർ ആപ്ലിക്കേഷൻസ് ലൈക്ക് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഡേറ്റാബേസും എല്ലാം കോഡിങ്ങിലൂടെ ബിൽഡ് ചെയ്യുന്നവരാണ്. നമുക്ക് ഇവരുടെ പ്രധാന ഡിഫറൻസുകൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് കോഡിംഗ് എക്സ്പെർട്ടീസ് തന്നെ നോക്കാം. ലോ കോഡ് ഡെവലപ്പേഴ്സും ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സും തമ്മിലുള്ള ഏറ്റവും പ്രധാന വ്യത്യാസം തന്നെ ഇവർ തമ്മിലുള്ള കോഡിംഗ് എക്സ്പെർട്ടീസിന്റെ വ്യത്യാസമാണ്. ലോ കോഡ് ഡെവലപ്പേഴ്സിന് വളരെ കുറച്ച് കോഡിംഗ് എക്സ്പീരിയൻസ് മാത്രം മതി, അല്ലെങ്കിൽ കോഡിംഗ് എക്സ്പെർട്ടൈസ് മാത്രം മതി. അതുകൊണ്ട് തന്നെ ലാർജ് സെറ്റ് ഓഫ് ഓഡിയൻസിന് ലോ കോഡ് പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ട് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ കഴിയും. എന്നാൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിന് ഹൈ പ്രോഗ്രാമിംഗ് സ്കിൽസ് ആവശ്യമാണ്. നമ്മൾ സ്പീഡ് ഓഫ് ഡെവലപ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ലോ കോഡ് പ്ലാറ്റ്ഫോംസിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ, എൻ്റയർ ആപ്ലിക്കേഷൻ നമുക്ക് ലെസ് ദാൻ 1 month ബിൽഡ് ചെയ്തെടുക്കാൻ കഴിയും. എന്നാൽ ഒരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് 6 months to 1 year എടുക്കുന്നതാണ്. ഇനി കസ്റ്റമൈസേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോ കോഡ് പ്ലാറ്റ്ഫോംസിൽ ഒരു പരിധി വരെ മാത്രമേ കസ്റ്റമൈസേഷൻസ് പോസിബിൾ ആയിട്ടുള്ളൂ. ആ ഒരു പ്ലാറ്റ്ഫോം ഒരുപാട് ഫീച്ചേഴ്സ് തരുന്നുണ്ടാകും, എങ്കിലും നമ്മളുടെ റിക്വയർമെൻറ്റ്സിലുള്ള കസ്റ്റമൈസേഷൻ ചില സാഹചര്യങ്ങൾ പോസിബിൾ ആണോന്നില്ല. എന്നാൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പ്രോഗ്രാം ഹൈലി കസ്റ്റമൈസബിൾ ആണ്. നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണോ അത് മനസ്സിലാക്കി നമുക്ക് കസ്റ്റമൈസബിൾ ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ കഴിയും. ഇനി ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ലോ കോഡ് ആപ്ലിക്കേഷൻസിൽ ഹൈലി ഫ്ലെക്സിബിൾ ആണ്. ഇതിന് പ്രധാന കാരണം ഇതിനകത്ത് നമുക്ക് ചേഞ്ചസ് ആഡ് ചെയ്യാം, ഫീച്ചേഴ്സ് ആഡ് ചെയ്യാം, നമുക്ക് എറേഴ്സ് വന്നാൽ ഈസിലി അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. എന്നാൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൽ നമുക്ക് ചേഞ്ചസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അത് തന്നെ ചേഞ്ചസ് ചെയ്ത് പുതിയ ഫീച്ചർ ആഡ് ചെയ്യാനും ഒക്കെ എൻ്റെ ഒരു ആർക്കിടെക്ചറിൽ ഇപ്പോൾ വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. പിന്നെ എറേഴ്സ് ആണെങ്കിൽ എറേഴ്സ് റെക്ടിഫൈ ചെയ്യാനായിട്ടും അതിന് നല്ല സമയം എടുക്കുന്നതാണ്. സോ ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ലോ കോഡ് പ്ലാറ്റ്ഫോമിനാണ് ഒരു മുൻതൂക്കം നമുക്ക് കരുതാം. നമ്മൾ ഡിപ്ലോയ്മെൻറ്റിൻ്റെ കാര്യം നോക്കാം. ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ നമ്മളുടെ സിസ്റ്റം ഡെവലപ്പ് ചെയ്താൽ മാത്രം പോലും നമുക്കത് എവിടെയെങ്കിലും ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ യൂസേഴ്സിനെ അത് ആക്സസിബിൾ ആയി കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിപ്ലോയ്മെൻറ്റ് കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ കോഡ് പ്ലാറ്റ്ഫോംസ് നമുക്ക് ഫാസ്റ്റായിട്ട് ഡിപ്ലോയ് ചെയ്യാം. മേ ബി ഒരു 2 to 3 minutes അല്ലെങ്കിൽ മാക്സിമം 5 minutes ഒക്കെ കൊണ്ട് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. എന്നാൽ ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻസ് നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ സമയം എടുക്കും. ഇതിന് പ്രധാന കാരണം സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നതാണ്. പലപ്പോഴും നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്ന ആപ്ലിക്കേഷൻസ് അത് ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ആ ക്ലൗഡ് പ്ലാറ്റ്ഫോമിലാണ്. ക്ലൗഡ് പ്ലാറ്റ്ഫോംസിലാണെങ്കിൽ ക്ലൗഡ് പ്ലാറ്റ്ഫോംസിൽ ഇപ്പം ഓരോ പ്ലാറ്റ്ഫോമിലും ഡിഫറെൻറ്റ് സെറ്റിങ്സും ഫീച്ചേഴ്സൊക്കെ ആണ്. അപ്പോൾ അതനുസരിച്ചിട്ടൊക്കെ ഡിപ്ലോയ്മെൻറ്റ് രീതികളിലൊക്കെ വ്യത്യാസം വരും. സോ അതിന് ടൈം എടുക്കുന്നതാണ്. ഇനി മെയിൻ്റെനൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലോ കോഡ് ആപ്ലിക്കേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഈസിയാണ്. പ്രധാന കാരണം ഇതിൻ്റെ മെയിൻ്റെനൻസും അപ്ഗ്രഡേഷൻസും ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഈ പ്ലാറ്റ്ഫോംസ് തന്നെയാണ്.
എന്നാൽ ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പം ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാലും ആ ആപ്ലിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ടീമിനായിട്ട് എപ്പോഴും 1-2 പേര് കൃത്യമായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് മെയിൻ്റെനൻസ് കോസ്റ്റ് വെൻ കമ്പയർഡ് വിത്ത് ലോ കോഡ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നോ കോഡ് ആപ്ലിക്കേഷൻസ് കമ്പയർ ചെയ്യുമ്പം ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻസ് മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുതലായിരിക്കും. നമ്മളൊരു ആപ്ലിക്കേഷൻ ബിൽഡിംഗ് ഏറ്റവും പ്രധാന ഫാക്ടറിൻ്റെ കോസ്റ്റാണ്. നമ്മളൊരു ലോ കോഡ് ആപ്ലിക്കേഷൻ്റെ കോസ്റ്റ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് ഇയർലി ഒരു 15,000 കോസ്റ്റിലേക്ക് നമുക്ക് ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ അത്രയും മാത്രമേ കോസ്റ്റ് ആകത്തുള്ളൂ. എന്നാൽ ഒരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ ഓൾമോസ്റ്റ് 8 to 20 ആൻഡ് മോർ ഓക്കെ, നമുക്ക് ഒരു 8 lakh മുതൽ ആപ്ലിക്കേഷൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ചിട്ട് 8 lakhs മുതൽ ഈവൻ ക്രോർസ് ഓഫ് റുപ്പീസ് ആകാം അത് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, ഡെവലപ്മെൻറ്റ് കോസ്റ്റ്, മെയിൻ്റെനൻസ് കോസ്റ്റൊക്കെ. ഇനി സ്കെയിലബിലിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ലോ കോഡ് ആപ്ലിക്കേഷൻസിൽ സ്കെയിലബിലിറ്റി ഈസിയാണ്. കാരണം ആ പ്ലാറ്റ്ഫോം തരുന്ന രീതിയിലുള്ള സ്കെയിലബിലിറ്റി വളരെ ഈസി ആയിരിക്കും. എന്നാൽ ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻസിൽ സ്കെയിലബിൾ ചെയ്യണമെങ്കിലും അതിൻ്റെ അകത്തുള്ള ആർക്കിടെക്ചറിലും അതിൻ്റെ പെർഫോമൻസിലും അതിൻ്റെ കോഡിംഗ് സ്ട്രക്ചറും ഒക്കെ മാറ്റേണ്ടതായിട്ടുള്ള ഇഷ്യൂ വരുന്നുണ്ട്. ഇനി സെക്യൂരിറ്റിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്ക ലോ കോഡ് പ്ലാറ്റ്ഫോംസും ഡിഫോൾട്ടായിട്ട് ISO 2007 ആൻഡ് SOC2 സെക്യൂരിറ്റി പാരാമീറ്റേഴ്സോടുകൂടിയാണ് വരുന്നത്. എന്നാൽ ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്പേഴ്സിന് റെസ്പോൺസിബിലിറ്റിയാണ് സെക്യൂരിറ്റി കൊടുക്കണ്ടയോ എന്നുള്ളത്. ഇനി മൾട്ടി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം, മൊബൈലിലും ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പിലും ടാബ്ലറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ലോ കോഡ് പ്ലാറ്റ്ഫോംസ് ഓൾറെഡി മൾട്ടി പ്ലാറ്റ്ഫോം സപ്പോർട്ടിലാണ് മിക്ക ലോ കോഡ് പ്ലാറ്റ്ഫോംസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. എന്നാൽ നമ്മൾ ഫുൾ സ്റ്റാക്ക് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് അതിനായിട്ട് പ്രത്യേക സമയം കണ്ടെത്തി പ്രത്യേകമായിട്ട് സ്ക്രാച്ചിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടി വരും. അത് സമയം കൺസ്യൂമിംഗ് ആണ്. എന്നിരുന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന മിക്ക മൾട്ടി പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷൻസും ഫുൾ സ്റ്റാക്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് പതുക്കെ ലോ കോഡിലോട്ട് മാറുമെന്നാണ്. ഹൈലി സ്കെയിലബിൾ അല്ലാത്ത ഹൈലി കസ്റ്റമൈസേഷൻ വേണ്ട ആപ്ലിക്കേഷൻസ് ലോ കോഡിലോട്ട് മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ലോ കോഡ് പ്ലാറ്റ്ഫോംസും ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് ലോ കോഡ് പ്ലാറ്റ്ഫോംസ് നമുക്ക് MVP ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. MVP എന്ന് പറഞ്ഞാൽ മിനിമം വയബിൾ പ്രൊഡക്റ്റ്. നമുക്കൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഫുൾ സ്കെയിലിൽ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ആ പ്രൊഡക്റ്റിൻ്റെ ബേസിക് ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ട് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂസേഴ്സ് അത് ഉപയോഗിക്കാൻ ചാൻസ്, ആൾക്കാർ പേയ്മെൻറ്റ് നടത്താൻ വില്ലിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റർ മുമ്പിൽ പിച്ച് ചെയ്യാൻ കഴിയുന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണ്ടിയിട്ട് നമുക്കൊരു ലോ കോഡ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ബിസിനസ് ഡീറ്റെയിൽസ്, എൻ്റെ നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിലെ ചില പ്രോസസ്സുകൾ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ ഡീറ്റെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലോ കോഡ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാം. ദെൻ അനലിറ്റിക്സ്, നമുക്ക് ലോ കോഡ് പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ട് ഡിഫറെൻറ്റ് സോർട്ട് ഓഫ് റിപ്പോർട്ട്സും ഡാഷ്ബോർഡ്സും ഒക്കെ ബിൽഡ് ചെയ്യാൻ സാധിക്കും. ലെഗസി സിസ്റ്റം മോഡേൺ, പലപ്പോഴും നമ്മളിപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പണ്ട് മുതലുള്ള സിസ്റ്റം ആയിരിക്കും. ആ ഒരു സിസ്റ്റത്തിനെ പുതുതാക്കാൻ വേണ്ടി, ആ സിസ്റ്റത്തിനെ മോഡേൺ ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ലോ കോഡ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ എൻ്റയർ കൺട്രോൾ നമ്മളുടെ കയ്യിൽ വേണം. അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഹൈലി സ്കെയിലബിൾ ആയിട്ടുള്ള കസ്റ്റമൈസ്ഡബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ബെറ്റർ. രണ്ടാമതായിട്ട് എംബഡഡ് സിസ്റ്റംസ്, അതായത് എംബഡഡ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ IoT സെൻസേഴ്സ്, ഓട്ടോമോട്ടീവ് സിസ്റ്റംസ്, മെഡിക്കൽ ഡിവൈസിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ട് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് കുറച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. മൂന്നാമതായിട്ട് ഗെയിം ഡെവലപ്മെൻറ്റ്. ഒരിക്കലും ഗെയിം ഡെവലപ്മെൻറ്റ് അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഉള്ള കാര്യങ്ങളൊന്നും നമുക്കൊരിക്കലും ലോ കോഡ് പ്ലാറ്റ്ഫോംസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യാൻ കഴിയത്തുള്ളൂ. നാലാമത്തെ യൂസ് ചെയ്യാൻ പറ്റുന്ന കസ്റ്റമർ എൻ്റർപ്രൈസ് സോഫ്റ്റ്വെയർ ആണ്. എൻ്റർപ്രൈസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസിലെ എൻ്റർ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ തക്ക തരത്തിലുള്ള സോഫ്റ്റ്വെയർസ്, അതായത് ഒരു കമ്പനിയിലെ അക്കൗണ്ട്സ്, സെയിൽസ്, പർച്ചേസ്, വെൻഡർ മാനേജ്മെൻറ്റ്, HR അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ എൻ്റർപ്രൈസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് യൂണീക്ക് വർക്ക് ഫ്ലോസും കോംപ്ലിക്കേറ്റഡ് ബിസിനസ് റൂൾസും കോംപ്ലിക്കേറ്റഡ് ഡാറ്റ സ്ട്രക്ചറൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് മാത്രമല്ല ചെയ്യാൻ കഴിയത്തില്ല, ഒരിക്കലും ലോ കോഡ് പ്ലാറ്റ്ഫോം ചെയ്യാൻ കഴിയത്തില്ല. ഇനി നമുക്ക് കരിയർ ഗ്രോത്ത് നോക്കാം. നമ്മളെല്ലാവരും ഏതൊരു കരിയർ ചൂസ് ചെയ്യുന്നതും ആ കരിയറിൻ്റെ ഗ്രോത്ത് കണ്ടിട്ടാണ് അല്ലേ. ലോ കോഡ് ഡെവലപ്പറും ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറും എന്നുള്ള കരിയർ ഗ്രോത്ത് വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും എപ്പോഴും ഗ്രോത്ത് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിന് തന്നെ ആയിരിക്കും. ഇതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറാനായിട്ട് ഒരുപാട് സ്കിൽസ് വേണം, കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് വേണം, പ്രോഗ്രാമിംഗ് സ്കിൽസ് വേണം. എന്നാൽ ലോ കോഡ് ഡെവലപ്പർ ആകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സ്കിൽസ് ഒന്നും വേണ്ട. നോൺ ടെക്നിക്കലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വർക്കും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് ലോ കോഡ് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും പഠിച്ചെടുക്കാൻ പറ്റുന്ന, നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ ഇപ്പം ഒരു ആപ്ലിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഏതെങ്കിലും ലോ കോഡ് പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ 1-2 ആഴ്ച കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അത്രത്തോളം വളരെ ഇപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ കുറിച്ച് നോളജ് ഇല്ലാത്ത ഒരാൾക്ക് പോലും കുറച്ച് സമയം ചിലവഴിച്ച് കഴിഞ്ഞാൽ ലോ കോഡ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ആവറേജ് ലോ കോഡ് ഡെവലപ്പറിന് ഇന്ത്യയിലെ കറണ്ട് സാലറി എന്ന് പറഞ്ഞാൽ 1.5 lakh to 2 lakhs ആണ്. ഒരു ഫ്രഷർ
ഫ്രഷർ എന്ന നിലയിൽ. എന്നൊരു ഫ്രഷർ ആയിട്ടുള്ള ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിന് 4.5 lakh to 6 lakhs ആണ് ഇന്ത്യയിൽ ആവറേജ് സാലറി എന്നത്. അപ്പോൾ അത്രത്തോളം ഒരു 3 ഇരട്ടി 4 ഇരട്ടി ഒരു ലോ കോഡ് ഡെവലപ്പറും ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിനും സാലറി തന്നെ വ്യത്യാസമുണ്ട്. നിങ്ങൾ ലോ കോഡ് ഡെവലപ്പർ ആവാനാണ് ഉദ്ദേശിക്കുന്നത്, ഔട്ട് സിസ്റ്റംസ്, APN, മെൻഡിക്സ് തുടങ്ങിയ പ്ലാറ്റ്ഫോംസിനെ കുറിച്ച് പഠിക്കാം. നിങ്ങൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറാണ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈതനോ ജാവയോ ഡോട്ട്നെറ്റോ ജാവാസ്ക്രിപ്റ്റോ CO C++ എന്തുവേണമെങ്കിലും പഠിക്കും. എൻ്റെ പേഴ്സണൽ സജഷൻ പൈതൺ ഇനിഷ്യലി പഠിച്ചു തുടങ്ങാനാണ്. കാരണം പൈതൺ പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കറൻറ്റ്ലി അവൈലബിൾ ആണെന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങൾ ലോ കോഡിനെ കുറിച്ചും ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു നോളജ് ഗ്യാദർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു, നോളജ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ പഠിച്ച കാര്യങ്ങൾ ദയവായി താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നോൺ കോഡിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ്, നിങ്ങൾക്ക് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ലോ കോഡായിട്ടുള്ള ആപ്ലിക്കേഷൻസോ ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് us at 97462123. ഈ ചാനലിലെ വീഡിയോ വളരെ ഇൻഫർമേറ്റീവ് ആണെന്ന് തോന്നുന്നു. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗൈൻ ഐ ആം സാഹിർ. താങ്ക് യു.